വെൽക്കം ടു എഡെക്സ് ലേണിംഗ്. നമ്മൾ പ്ലസ് ടുവിന് ശേഷം മാനേജ്മെന്റ് ഫീൽഡിൽ എങ്ങനെ ഒരു കരിയർ ബിൽഡ് ചെയ്യണമെന്നോ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതിന്റെ എക്സാമിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. IIMs ഓഫർ ചെയ്യുന്ന IPM കോഴ്സുകളായിരുന്നു അത്. ഇനി ഈ IPM കോഴ്സുകളിൽ നമുക്ക് എങ്ങനെ അഡ്മിഷൻ എടുക്കാം, അതിന് വേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, IPMAT ഇൻഡോറിനെ കുറിച്ചും IPMAT റോക്ടെക്കിനെ കുറിച്ചും. ഇനി ഇതിന്റെ എക്സാം പാറ്റേൺ എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്താലോ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IPMAT ഇൻഡോറിന്റെ എക്സാം പാറ്റേൺ ആണ്. നമുക്ക് IPMATനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൽ ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റിനെ തന്നെ രണ്ട് സെക്ഷൻ ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് എന്ന് പറയുന്നത് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസും മറ്റേതെന്ന് പറയുന്നത് MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസുമാണ്. ഇതിൽ തേർഡ് സെക്ഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആണ്, അതായത് വെർബൽ എബിലിറ്റി. ഇനി IPMAT എക്സാമിന്റെ ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 120 മിനിറ്റ്. ഇവിടെ ഓരോ സെക്ഷനും, അതായത് ഷോർട്ട് ആൻസർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ MCQ ടൈപ്പ് ആയിക്കോട്ടെ, വെർബൽ എബിലിറ്റി ആയിക്കോട്ടെ, ഇതിനെല്ലാം 40 മിനിറ്റ് വീതമാണ് ഇവിടെ ടൈം ഡ്യൂറേഷൻ ഉള്ളത്. IPMAT ഇൻഡോറിന്റെ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 90 ക്വസ്റ്റ്യൻസ് ആണ്. 15 ക്വസ്റ്റ്യന് ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി ഷോർട്ട് ആൻസർ ടൈപ്പും, 30 ക്വസ്റ്റ്യൻസ് MCQ ടൈപ്പും, അതുപോലെ ബാക്കി വരുന്ന 45 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മുടെ വെർബൽ എബിലിറ്റി സെക്ഷനിൽ നിന്നും ആയിരിക്കും. ഇനി ഇതിന്റെ മാർക്കിംഗ് സ്കീം എങ്ങനെയാ നോക്കാം. ഇവിടെ റോങ് ആൻസറിന് -1ഉം റൈറ്റ് ആൻസറിന് +4ഉം ആണ് മാർക്ക് ഉള്ളത്. ഓക്കെ, എന്നാൽ ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റിയുടെ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസിന് നമുക്ക് നെഗറ്റീവ് മാർക്കില്ല. അതായത് നമുക്ക് അവിടെ 0 മാർക്ക് ആയിരിക്കും നിങ്ങൾ റോങ് ആൻസർ മാർക്ക് ചെയ്താൽ കിട്ടുന്നത്. ഇനി സെക്കൻഡ് ഇമ്പോർട്ടന്റ് എക്സാം എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ IPMAT റോക്ടെക്. ഇനി IPMAT റോക്ടെക്കിന്റെ എക്സാം പാറ്റേൺ എങ്ങനെയാ നോക്കാം. ഇവിടെ IPMAT ഇൻഡോറിൽ നിന്ന് അഡീഷണൽ ആയിട്ട് 1 മോർ സബ്ജക്റ്റും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഏതാണ്? നമ്മുടെ ലോജിക്കൽ റീസണിങ്. അതായത് IPMAT റോക്ടെക്കിൽ നമുക്ക് 3 സെക്ഷനുകൾ ഉണ്ട്. ഒന്ന് എന്ന് പറയുന്നത് നമ്മളുടെ ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമ്മളുടെ വെർബൽ എബിലിറ്റി, തേർഡ് വൺ എന്ന് പറയുന്നത് ലോജിക്കൽ റീസണിങ് ആണ്. ഇനി ഇവിടുത്തെ ടൈം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? IPMAT ഇൻഡോർ പോലെ തന്നെ 120 മിനിറ്റ് ആണുള്ളത്. പക്ഷേ IPMAT റോക്ടെക്കിന്റെ ഒരു ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സെക്ഷണൽ ടൈം ലിമിറ്റ് ഇല്ല. ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 120 ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഓരോ ക്വസ്റ്റ്യനും ഓരോ മിനിറ്റ് വീതമാണ് നമുക്കുള്ളത്. ഇനി സെക്ഷണൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെക്ക് ചെയ്യുകയാണെങ്കിലോ, ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റിയിൽ നിന്ന് 40 ക്വസ്റ്റ്യൻസും, അതുപോലെ തന്നെ വെർബൽ എബിലിറ്റിയിൽ നിന്ന് 40 ക്വസ്റ്റ്യൻസും, ലോജിക്കൽ റീസണിംഗിൽ നിന്നും 40 ക്വസ്റ്റ്യൻസ് വീതമാണ് ഉള്ളത്. ഇനി IPMAT റോക്ടെക്കിന്റെ മാർക്കിംഗ് സ്കീം എന്ന് പറയുന്നത് IPMAT ഇൻഡോർ പോലെ തന്നെ +4 റൈറ്റ് ആൻസറിനും -1 റോങ് ആൻസറിനും ആണ്. IPMATനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി.